ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവവചനം ശ്രവിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒന്ന് ഒരുക്കുകയാണ്. വചനം ശ്രവിക്കുവാൻ വേണ്ടി ഹൃദയങ്ങൾ ഒരുങ്ങണം. യെശയ്യാ പ്രവചനം 10:17 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന വയലിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ മാത്രമേ വചനം ഫലം പുറപ്പെടുവിക്കാൻ തക്ക ഒരു സാഹചര്യം ഒരുക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് വിതയ്ക്കപ്പെടുന്ന കളയുടെ വിത്തുകളുണ്ട്. മുള്ളുകളും മുൾച്ചെടികളും വളരുന്നുണ്ട് ജീവിതത്തിൽ. അവ നിർവീര്യമായാലേ, അവ കത്തിച്ചാമ്പലായാൽ മാത്രമേ ദൈവവചനം വിതയ്ക്കപ്പെട്ട് അത് ഫലം പുറപ്പെടുവിക്കാൻ തക്ക സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിനെതിരായി നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട മുള്ളുകളും മുൾച്ചെടികളും, നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട കളയുടെ വിത്തുകളും, നമ്മുടെ ഉള്ളിൽ വളരുന്ന മുള്ളുകളും മുൾച്ചെടികളും ദഹിച്ച് ചാമ്പലാകാൻ, അവ നമ്മളിൽ നിന്ന് നിർവീര്യമായി പോകാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ സമ്പൂർണമായും ദൈവവചനത്തിന് മുൻപിൽ സമർപ്പണം നടത്തി. അതുവരെ ദൈവവചനം കേട്ടെങ്കിലും, ഈശോ അരുളി ചെയ്ത വചനങ്ങൾ അവർ കേട്ടെങ്കിലും അത് ജീവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ വളർന്നു വന്നിരുന്ന ലോകത്തിൻ്റെ അരൂപി, സ്വാഭാവിക പ്രവണതകൾ, ഇതൊക്കെ അവരെ ഭരിച്ചിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ അറിയാലെന്ന് പറഞ്ഞ് ഓടിപ്പോകാനിടയായത്. ശിഷ്യന്മാർ ജെറുസലേം വിട്ട് എമ്മാവൂസിലേക്ക് പോകാനിടയായത്. അതായത് ഈശോ കൊടുത്ത ദൗത്യത്തിൽ അവർ പിൻവാങ്ങുന്ന പല അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അവരുടെ ഹൃദയമാകുന്ന വയലുകൾ പരിപൂർണമായിട്ടും ഒരുക്കപ്പെടുകയാണ്. മുള്ളുകളും മുൾച്ചെടികളും ദഹിച്ച് ചാമ്പലായി ഒരു പുതുജീവിതം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അഭിഷേകം വേണം. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതാണ്. ഈ അഗ്നി നമ്മളിൽ കത്തിപ്പടരണം. പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ: എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, തിരുവചനം കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ജ്വലിക്കുവാൻ, കത്തിപ്പടരാൻ, അഗ്നി കത്തി ജ്വലിക്കുന്ന ഒരനുഭവമായി ഈ സമയം മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, ആത്മാവാം ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പുതുസൃഷ്ടികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദാഹത്തോടും തീഷ്ണതയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, അമ്മാവാം ദൈവമേ വരണേ, സ്നേഹരൂപനെ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചോ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി വരുന്ന അഗ്നിയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പരിശുദ്ധാത്മാവേ, ദാഹിച്ചോ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അമ്മാവാം ദൈവമേ വരണേ, ആത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ
വരണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ, ആദിമസഭയിൽ നിറഞ്ഞ പോലെ, വിശുദ്ധാത്മാക്കളെ ഏറ്റെടുത്തതുപോലെ പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള ഒരു അഭിഷേകവും ശക്തിയും ഞങ്ങളിൽ വെളിപ്പെടാൻ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. പുതു സൃഷ്ടികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സ്വർഗത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്തിന്റെ അഭിഷേകം നിറയട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, ആത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവമേ വരണേ. കരങ്ങൾ തുറന്നു പിടിക്കാം. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവം ദൈവമേ വരണേ. ആത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ തുറന്ന് പിടിച്ച് സ്വതന്ത്രമായിട്ടൊരു കുറെ സമയം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലും ദൈവമക്കളുടെ അഭിമാനത്തോടെയും വ്യക്തിത്വത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം, അഥവാ അങ്ങനെ ജീവിക്കേണ്ടവരാണ് നാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും 1-ാം അധ്യായം 26-ാം തിരുവചനം, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും സ്വന്തമാക്കിയ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കേണ്ടവരാണ്. എന്നാൽ അതേസമയം നാം ജീവിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ്. പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നാം തിന്മയുടെ ശക്തികൾക്കെതിരെ പടപൊരുതേണ്ടവരാണ്. ദൈവരാജ്യ ശുശ്രൂഷ എന്നാൽ അത് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ പോരാട്ടത്തിൽ നമുക്ക് കൃത്യവും വ്യക്തവുമായി സംരക്ഷണം നൽകാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കൃപയുടെ വഴികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചന ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അപരിചിതമായ ഒരു കാര്യമല്ല, മറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുറേയും കൂടെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, തിന്മയിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈശോയുടെ കുരിശടയാളം. നാം കുരിശ് വരയ്ക്കുന്നവരാണ്. കുരിശടയാളത്താൽ നാം നമ്മെ തന്നെ മുദ്ര ചെയ്യുന്നു. പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ കുരിശടയാളത്താൽ നമ്മളെ ആശീർവദിക്കുന്നു. ഇതെല്ലാം നമ്മൾ അനുദിന ജീവിതത്തിൽ പിന്തുടരുന്നവരാണ്. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ തിന്മയുടെ അരൂപികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ കുറേയും കൂടെ ആഴപ്പെട്ട് ബോധ്യപ്പെട്ട് ഈ കുരിശടയാളത്തിൻ്റെ ശക്തി
കുരിശിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നാം തയ്യാറാകണം, നമുക്ക് സാധിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ശക്തമായ കരം നീട്ടി മോചിപ്പിക്കുന്നത് നമ്മൾ കണ്ടുമുട്ടും, നാം കണ്ടെത്തും. എങ്ങനെയാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്? നമുക്കറിയാം, ഈജിപ്തിന് മേൽ കർത്താവ് 10 മഹാമാരികൾ അയച്ചു. താൻ തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനാണെന്നും തൻ്റെ ജനത്തെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ താൻ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കാൻ കർത്താവ് 10 അടയാളങ്ങൾ ഈജിപ്തിന് കൊടുത്തു. അതിൽ 10ാമത്തെ അടയാളമായിരുന്നു ഈജിപ്തുകാരുടെ ആദ്യജാതര് സംഹരിക്കപ്പെട്ട അനുഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിമോചനം സാധ്യമാകുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനം സാധ്യമാകുന്നതിന് ദൈവം അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പെസഹ ആചരിക്കണമെന്നായിരുന്നു. എന്താണ് പെസഹ? പെസഹ എന്ന് പറഞ്ഞാൽ അത് കടന്നു പോകലാണ്. എവിടുന്ന് എങ്ങോട്ട്? അത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കുള്ള കടന്നുപോകലിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. പെസഹ ആചരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം പറഞ്ഞത്? വചനത്തിൽ നമ്മൾ കാണും, പെസഹ കുഞ്ഞാടിനെ കൊല്ലണം. ആ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് അവർ സമ്മേളിച്ചിരിക്കുന്ന വീടിൻ്റെ മേൽപ്പടിയിന്മേലും കട്ടിളപ്പടിയിന്മേലും പുരട്ടണം, തളിക്കണം. ഈ തളിക്കപ്പെട്ട രക്തം ഇസ്രായേൽ ജനം, ദൈവജനം, ദൈവമക്കൾ ആ ഭവനത്തിൽ വസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. വീണ്ടും 12-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. 12-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും 2 കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. സഹോദരങ്ങളെ, ഈജിപ്തുകാരുടെ മേൽ കർത്താവ് ശിക്ഷ അയച്ചപ്പോൾ ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ടത് എങ്ങനെയാ? വചനം പറയുകയാണ്, അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവർ വീടിൻ്റെ കട്ടിളക്കാലുകളും മേൽപ്പടിയും അഭിഷേകം ചെയ്തു, അഥവാ രക്തം തളിച്ചു. ആ രക്തം അവർക്ക് സംരക്ഷണമായി. പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ശക്തമായ ഇടപെടലാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ചു. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഈ പെസഹ കുഞ്ഞാട് പുതിയ നിയമത്തിലെ പുതിയ പെസഹ കുഞ്ഞാടായ ഈശോയുടെ പ്രതീകമാണ്. ആധ്യാത്മിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേൽ ജനം വീണ്ടെടുക്കപ്പെട്ടുവെങ്കിൽ, പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുതിയ പെസഹ കുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നാം കുരിശടയാളത്താൽ നമ്മളെ മുദ്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിമോചനത്തിന് വേണ്ടി ഈശോ അർപ്പിച്ച ബലി, ഈശോ ചിന്തിയ രക്തം നമ്മുടെ രക്ഷയാണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുകയാണ്. എന്താണ് കുരിശടയാളം? ഈശോ ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയുടെ രക്തം വീണ് കുതിർന്നതാണ് കുരിശ്. അപ്പോൾ കുരിശടയാളം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ തിരുരക്തത്തിന്റെ അഭിഷേകം ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. സഹോദരങ്ങളെ, നമുക്കറിയാം തിന്മയുടെ അരൂപികളുണ്ട്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മെ അതിൽ നിന്ന് പിന്തിരിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളുണ്ട്. അത് കൊമ്പും മാലും വെച്ച ശക്തികളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് സാഹചര്യങ്ങളിലൂടെ, ചിന്തകളിലൂടെ, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കടന്നു വരാം. ഇങ്ങനെ കടന്നു വരുന്ന, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന തിന്മയുടെ അരൂപികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശക്തമായ ആയുധമാണ് ഈശോയുടെ കുരിശടയാളം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നാം നമ്മെ തന്നെ കുരിശടയാളത്താൽ മുദ്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? കാൽവരിയിൽ ചിന്തപ്പെട്ട ഈശോയുടെ തിരുരക്തം നമ്മുടെ മേൽ പതിക്കുകയാണ്. ഒരു പുരോഹിതൻ കൈ ഉയർത്തി കുരിശടയാളത്താൽ നമ്മളെ ആശീർവദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തിരുരക്തം തളിക്കപ്പെടുകയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് തിരുരക്തം തളിക്കപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളിൽ, കാതുകളിൽ, നാവിൽ, ഹൃദയത്തിൽ, നമ്മുടെ ശരീരം മുഴുവനിലും തിരുരക്തത്തിന്റെ അഭിഷേകം നിറയുക. ഈ തിരുരക്തത്തിന്റെ സംരക്ഷണം നമുക്കുള്ളപ്പോൾ തിന്മയുടെ അരൂപികൾക്ക് നമ്മിൽ പ്രവേശിക്കാൻ, നമ്മെ അസ്വസ്ഥരാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് വെറുതെ വരയ്ക്കേണ്ടതല്ല. പിന്നെയോ ബോധ്യത്തോടെ, ഇത് തിരുരക്തത്തിന്റെ അഭിഷേകമാണ് എന്ന ബോധ്യത്തോടെ നാം ഈ കുരിശടയാളം വരയ്ക്കുമ്പോൾ, ഈശോ തൻ്റെ കാൽവരിയിൽ ചിന്തിയ രക്തം നമുക്ക് സംരക്ഷണമായി നിൽക്കുമ്പോൾ, അവിടുന്ന് കാൽവരിയിൽ നേടിയ വിജയം നമ്മുടെ ജീവിതത്തിൽ ആഘോഷമാകും. കാൽവരിയിൽ അവിടുന്ന് നേടിയ വിജയം, പാപത്തിന്മേലും മരണത്തിന്മേലും അവിടുന്ന് വിജയം നേടി. ഇതാണ് കാൽവരി കുരിശ്. ആത്മീയ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികൾ, ലോകം, പിശാച്, ശരീരം, ഈ തിന്മയുടെ അരൂപികളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ആ യുദ്ധത്തിൽ നമുക്ക് സംരക്ഷണമായി നൽകുന്ന ശക്തമായ ആയുധം കുരിശടയാളം. അതുകൊണ്ട് സഹോദരങ്ങളെ, കുരിശടയാളത്താൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുദ്ര ചെയ്യാം. കുരിശടയാളത്താൽ നമ്മുടെ വസ്തുവകകളെയും നമുക്കുള്ളവയെല്ലാം സംരക്ഷിക്കാം. നമ്മുടെ ജീവിത വഴികളിൽ കുരിശിന് പിന്നാലെ യാത്ര ചെയ്യാൻ നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ധീരതയോടെ ഈ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, സാക്ഷ്യത്തിൻ്റെ ജീവിതമായി ജീവിച്ച് നിത്യതയിൽ നിത്യ കിരീടമണിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപ വർഷിക്കപ്പെടുന്ന സമയമാണിത്. ആരാധനയുടെ ഗാനം ചേർന്ന് പാടി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും
ആരാധിക്കാം ഈശോയെ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ ഈശോയെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. ഈശോ. സേവിച്ചിടും ഞാൻ സർവ്വവുമാ അടിയനിതാ. ഈശോയെ, എൻ്റെ സർവസ്വമേ. അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ. ആരാധിക്കാം ഒരിക്കൽ കൂടി. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കരങ്ങളെ യാചനാരോപതി തുറന്നു പിടിക്കാം. നിൻമുഖം ജീവകാലമെല്ലാം. ഈശോയെ. സേവിച്ചിടും ഞാനും സർവ്വവുമാ അടിയനിതാ. കർത്താവേ, ഇതാ തിരുമുമ്പിൽ ഞാൻ നിൽക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. എന്നെ സമ്പൂർണമായിട്ട് സ്വീകരിക്കണേ കർത്താവേ. ഈശോ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അടിയറ വെച്ചുകൊണ്ട്, കർത്താവെ, സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോടും ചേർന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന വലിയ സംരക്ഷണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. തിന്മയുടെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചുറ്റും കോട്ട കെട്ടുന്ന അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ പ്രകാശത്താൽ നമ്മളെ നിറയ്ക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് നന്ദി പറയാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതെ, നമുക്ക് വേണ്ടി ബലിയായി തീർന്ന കുഞ്ഞാടാണ് ഈശോ. ആ കർത്താവിൽ പ്രകാശം നിറഞ്ഞിരിക്കുന്നു. ആ കർത്താവ് പ്രകാശം തന്നെയാണ്. ആ പ്രകാശം നമ്മളിലുള്ളപ്പോൾ ഒരു തിന്മയുടെ അന്ധകാരവും നമ്മെ കീഴടക്കില്ല. വിശ്വസിക്കുക. അവിടുത്തെ കുരിശിന്റെ അടയാളത്താൽ നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടവരാ. വിശ്വസിക്കുക. ഈ സംരക്ഷണത്തിന്റെ മുദ്ര നമ്മളിൽ ഉള്ളിടത്തോളം കാലം ഒരു സംഹാരകരും നിന്നെ തൊടില്ല. വിശ്വസിക്കുക. നിനക്ക് ചുറ്റും ആയിരങ്ങൾ വീണേക്കാം, 10,000 നിന്റെ ചുറ്റും അണിനിരന്നേക്കാം, പക്ഷെ അവരാരും നിന്നെ തൊടുകയില്ല. കാരണം നിന്നിൽ ഈശോയുടെ കുരിശിന്റെ മുദ്ര പതിയപ്പെട്ടിരിക്കുന്നു. പുതിയ പെസഹ കുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ നാം മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. വിനാശകൻ നിന്റെ അടുത്ത് വരില്ല. സംഹാരകൻ നിന്നെ സമീപിക്കുകയില്ല. നിന്റെ ഭവനത്തെ സമീപിക്കുകയില്ല. കർത്താവേ, ഈ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയുന്നു. നമുക്ക് ഹൃദയത്തിലേറ്റ് പറയാം. ഈ സംരക്ഷണത്തെയും ഈ പരിപാലനയും ഓർത്ത് നന്ദി പറയുന്നു പറയാം, ഏറ്റു പറയാം. സക്കറിയാ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും.
അഗ്നി കൊണ്ടുള്ള കോട്ട നമുക്ക് ചുറ്റും തീർക്കുന്ന കർത്താവിൻ്റെ വലിയ പരിപാലനയെ ഓർത്ത് നന്ദി പറയാം. കർത്താവെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഞങ്ങളെ ഇതാ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ അടിയറ വയ്ക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കുരിശടയാളത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേന്ന് തീഷ്ണതയോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കുരിശടയാളം വരയ്ക്കുമ്പോൾ കർത്താവെ, അങ്ങേ തിരുരക്തത്താൽ ഞങ്ങൾ മുദ്ര ചെയ്യപ്പെടുന്ന ആഴമായ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുരിശടയാളത്തിൻ്റെ അഭിഷേകം, തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകുന്ന അവിടുത്തെ അനന്ത പരിപാലനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, കൈനീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ, തിരുക്കുരിശാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ, സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ